ഇയാൾക്കും എന്റെ കുഞ്ഞിന് നേരെ ഉണ്ടാകുന്ന അപകടങ്ങൾ എനിക്ക് മുൻകൂട്ടി അറിയണം. നമ്മുടെ ശത്രുക്കൾ അതെന്നെ മുൻകൂട്ടി അറിയിക്കണം. ആര് ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്താലും അവർക്കുള്ളത് ദൈവം മുതലും പലിശയും ചേർത്ത് കൊടുത്തിരിക്കും. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയില് നമ്മുടെ മോഹിനി ഈ പലഹാരങ്ങളും ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് മഹാലക്ഷ്മിയെ കാണാൻ, അല്ലെ? അപ്പൊ പ്രതാപനും മുത്തശ്ശിയും കൂടെ പറയുന്നുണ്ട്, നിന്റെ മരുമോനെ കൊല്ലുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് നിന്റെ മോള് ചെയ്തു കൂട്ടിയത്, എന്നിട്ടും നിനക്ക് അവളോട് ഒരു തരി ദേഷ്യം പോലും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ ആ ഒരു ചെറിയ സംശയമുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കണ്ണം പറയുന്നുണ്ട്, ഈ നാടകം നമുക്ക് കുറച്ചുകൂടെ കടുപ്പിച്ചേ മതിയാവൂ, എന്നാലേ ശത്രുക്കള് നിനക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ എനിക്കത് അറിയാൻ പറ്റുള്ളൂ, അവർ എന്റെ അരിക്കൽ വന്ന് പറയുള്ളൂ, അതുകൊണ്ട് നാടകം നമുക്ക് കുറച്ചുകൂടെ കടുപ്പിക്കണം എന്ന് നമ്മുടെ മഹാലക്ഷ്മിയോടും മോഹിനി അമ്മയോടും പറയുന്നുണ്ടേ. അപ്പൊ ഇവര് ഇനി എന്തൊക്കെയായിരിക്കും കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ലെന്നേ. വേണമെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി കണ്ണന്റെ മുന്നിൽ വരുമ്പോൾ കണ്ണൻ കർണത്തിട്ടൊന്ന് കൊടുക്കാനും മതി. അമ്മാതിരി നാടകങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. എന്തായാലും അപ്പുറത്ത് നമ്മുടെ തോമസ് വൈദ്യര് മേഘനാഥന്റെ അടുത്ത് പറയുന്നുണ്ട്, ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ആര് ചെയ്താലും അതിന്റെ കൂട്ടുപലിശ സഹിതം ദൈവം തിരിച്ചു കൊടുത്തോളും എന്ന് നല്ല മുഖത്തടിച്ച് കൊള്ളിച്ച് പറയുന്നുണ്ട്. അപ്പൊ മേഘനാഥന് ഒരു കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ മേഘനാഥൻ ഇങ്ങനെ നമ്മുടെ തോമസ് വൈദ്യരെ നോക്കുന്നുണ്ടേ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പലഹാരങ്ങൾ വിഷം ചേർത്താർന്നല്ലോ, ആ പലഹാരങ്ങൾ സ്വന്തമായിട്ട് നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും മാറിപ്പോയിട്ട്, അന്ന് പായസം മാറിപ്പോയതുപോലെ ഇപ്രാവശ്യം പലഹാരങ്ങളും മാറിപ്പോയി. ആ പലഹാരം എടുത്ത് ഇവര് തന്നെ കഴിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ ഇവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുന്ന രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.